നമസ്കാരം. വയനാട് ദുരന്ത മേഖലയിലെ പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാർ കാര്യഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തിയതോടുകൂടി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് ഉണ്ടായിട്ടുള്ള കനത്ത നാശനഷ്ടത്തിന് ഉള്ള കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും ഈ ദുരന്ത ബാധിതർ എന്ന പദത്തിന് വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം ഇപ്പോൾ അവിടെ പാടിയിലും അതുപോലെ തന്നെ ലയത്തിലും ഒക്കെ താമസിക്കുന്ന ആളുകൾ തങ്ങൾക്കൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു 5 സെന്റ് 10 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ആ സ്ഥലം ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ അവരെ എന്തുകൊണ്ട് ദുരന്തബാധിതരായി കാണുന്നില്ല, അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. 2019 പുത്തുമലയിൽ ഉണ്ടായ ദുരന്തത്തിൽ തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സ്വരൂപിച്ചു വെച്ച്, തങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും സ്വരൂപിച്ചു വെച്ച് 10 സെന്റ് സ്ഥലം മേടിച്ച ഒരു വീട്ടമ്മ, ആ പുത്തുമല ദുരന്തത്തിൽ അവർക്ക് ആ 10 സെന്റ് സ്ഥലം നഷ്ടപ്പെടുന്നു. ഈ 10 സെന്റ് സ്ഥലത്ത് ശരിക്കും പഞ്ചായത്ത് വീട് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി എല്ലാം നൽകിയിരുന്നതാണ്, തുക അനുവദിച്ചിരുന്നതാണ്. ആ സമയത്താണ് ദുരന്തം ഇവരുടെ ഭൂമി കവർന്നെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിട്ട് ആ 10 സെന്റ് ഭൂമി എന്ന് പറയുന്നത് അവരുടെ ഒരു ആയുസിന്റെ അധ്വാനമാണ്. അതാണ് ഒരു ദുരന്തത്തിൽ ഒലിച്ചുപോയത്. അവർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങളോ നാളിതുവരെ ലഭിച്ചിട്ടില്ല. ആ ദുരന്തമുഖത്ത് ആയിരുന്ന സമയത്ത് അവർ വാടകയ്ക്ക് ഒരു പാടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അവർ വാടകയ്ക്ക് ഒരു പാടിയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഓരോ ഇങ്ങനെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അവർക്ക് പല പ്രദേശത്തേക്കായിട്ട് മാറി താമസിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ അവരുടെ വിദ്യാർത്ഥികളുടെ പഠനം പോലും മുടങ്ങുന്ന ഒരവസ്ഥയിലാണ്. ഏതൊക്കെയായാലും ഈ വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതരായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സമയത്ത് വീടുകൾ നഷ്ടപ്പെട്ടവരെ മാത്രമല്ല, ഇങ്ങനെ തങ്ങളുടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടവരെയും വീട് പണിയാൻ വേണ്ടി 5ഉം 10ഉം സെന്റും സ്ഥലം വാങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ഭൂമി ആ ഉരുൾപൊട്ടലിൽ ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാവണം. ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ഈ വാർത്ത ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ആമിത എന്നൊരു വീട്ടമ്മ പുത്തുമലയിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയുണ്ടായി. ആദ്യം ആ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 10 സെന്റ് സ്ഥലമാണ്. ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടിയിട്ടും വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്. അതിൽ ഞങ്ങൾ കൃഷിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിനൊരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. പോരാത്തിന് ഞങ്ങൾക്ക് സ്ഥലത്തിന് വേണ്ട ഒരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് അതിൽ കിട്ടിയിട്ടില്ല. വീടായിരുന്നോ തരിശുഭൂമിയായിരുന്നോ? അതെ, തരിശു ഭൂമിയായിരുന്നു. വീട് ഞങ്ങൾക്ക് വെക്കാനും വീടെല്ലാം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പാസ്സായിട്ട് നിൽക്കായിരുന്നു. ഓക്കെ, അതായത് പഞ്ചായത്തിൽ പാസ്സായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടാവുന്നത് അല്ലേ? അതെ. സർക്കാർ പറയണത് സ്ഥലം മാത്രം നഷ്ടപ്പെട്ടവർക്ക് അങ്ങനെ തരാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ ഇല്ല എന്നാ പറയണത്. ഞങ്ങൾക്ക് കളക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് അതിനുള്ള ഞങ്ങൾ ഒരുപാട് പേർക്ക് ഞങ്ങൾ അപേക്ഷ ഞങ്ങൾ കൊടുത്തു. പരാതി കൊടുത്തിരുന്നു. ഞങ്ങൾ പരാതി കൊടുത്ത് നമ്മൾ അദീലമ്മയോട് നമ്മളോട് പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം കൊടുക്കാനോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ വീടോ സ്ഥലം വീട് വേറെ ഉണ്ടോ? ഇല്ല, നിങ്ങൾ വന്നാൽ നമുക്ക് കാണാം. ഞങ്ങൾ ഇപ്പോഴും ആ ദുരന്ത ഭൂമിയിൽ പാടികളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ കുറച്ച് പേര് വാടകയ്ക്ക് പാടിയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. നിങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യമാണ് ഈ 10 സെന്റ് സ്ഥലം എന്ന് പറയുന്നത്. അതെ. ഭർത്താവ് ഇവിടെ തൊള്ളായിരംകണ്ടി ഇപ്പൊ വണ്ടിയിലാണ് പോണത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ, ഇവിടെ മൊത്തം പ്രശ്നം കൊണ്ട് ഇപ്പൊ അതും ഇല്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പൊ മറ്റേ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ ജീവിതമാർഗം ഒരു മുട്ടിയ രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോ അല്ലേ? അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഇതും കിട്ടിയിട്ടില്ല. എന്താണ് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോ ഓരോ മഴ വരുമ്പോഴും ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയാണ്. അവര് ഇതിന്റെ അധികാരികൾ വരും, നിങ്ങൾ ഇവിടുന്ന് മാറണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടുന്ന് മാറും, വേറെ ബന്ധുവീട്ടിലേക്ക് ഞങ്ങൾ പോകും. പിന്നെ അപ്പൊ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. അവരെ പഠിത്തം ഇതെല്ലാം പെൻഡിങ് ആയി വരികയാണ്. അവിടുന്ന് പോകുമ്പോ ആ സ്ഥലത്ത് ഞങ്ങൾ മാറ്റുമ്പോ ഇപ്പൊ മക്കള് പഠിക്കുന്നത് ചൂരൽമല സ്കൂളിലാണ്. പക്ഷേ സർക്കാർ പറയുന്നത് അവിടെ പുത്തുമല മൊത്തം പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്? അതെ, അങ്ങനെയാണ് അവര് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ കുറച്ച് 2 വീട് വാസയോഗ്യം അല്ലാത്ത 2 വീടുണ്ട്, അവരുണ്ട്. പിന്നെ സ്ഥലം നഷ്ടപ്പെട്ട 7 പേരുണ്ട്. ഇപ്പൊ ഞങ്ങൾ NET-ക്കാര് വന്ന് പരിശോധന കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസറുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതിന്റെ റിപ്പോർട്ട് വില്ലേജ് ഓഫീസറുടെ അടുത്ത് വന്നിട്ട് അവര് ഒരു
പിന്നെ അവരുടെ ഇത് കൊടുത്താൽ മതി, അവരുടെ അടുത്തുള്ള ഒരു റിപ്പോർട്ട് അവർ കൊടുത്താൽ മതി എന്നാ പറയുന്നത്. പക്ഷെ അത് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എത്ര സങ്കടത്തോടും വേദനയോടും കൂടിയാണ് ഈ വീട്ടമ്മ അവരുടെ ദുഃഖം നമ്മളോട് പങ്കുവെച്ചത് എന്ന് മനസ്സിലാക്കുക. സംസ്ഥാന സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു ആയുസിന്റെ അധ്വാനം മുഴുവൻ ഈ 5 സെന്റിൽ അല്ലെങ്കിൽ 10 സെന്റിൽ നിക്ഷേപിച്ചതിന് ശേഷം അത് ഇല്ലാതാവുന്ന ഒരവസ്ഥ അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. ഇവരുടെ പ്രശ്നങ്ങളും കൂടി സർക്കാർ കണക്കിലെടുക്കണം. ഈ വയനാട് പാക്കേജ് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്ന സമയത്ത് പുത്തുമലയിലെ ദുരിതബാധിതരായിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ ഇനിയും അവർ വിഷമത്തിലുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കത്തക്ക രീതിയിൽ ഒരു മൊത്തമായിട്ടുള്ള ഒരു പാക്കേജ് വേണം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുവാൻ എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി തന്നെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.